ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കാരാവട അരിയും ഉഴുന്നും കടലപ്പരിപ്പും വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പുറമേ നല്ല മുരിഞ്ഞിരിക്കുകയും അകത്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഈ 4 മണി പലഹാരം തയ്യാറാക്കാനായിട്ട് 2 കപ്പ് ഇഡ്ഡലി റൈസ് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കുക. 1/2 കപ്പോളം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും 1 മണിക്കൂർ കുതിർക്കുക. ഉഴുന്നും അരിയും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഗ്രൈൻഡറിൽ നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല പതഞ്ഞ് വരുന്ന രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അരിയും ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ശകലം തരിതരിപ്പോടുകൂടെ അരച്ചെടുക്കുക. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള കായപ്പൊടി, അരിഞ്ഞ ഇഞ്ചി, കരിവേപ്പില, കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന കടലപ്പരിപ്പ്, എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് കൈ കൊണ്ട് ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മാവ്. കൈ നല്ലോണം വെള്ളത്തിൽ ഇതുപോലെ നനച്ചിട്ട് ഇടുകയാണെങ്കിൽ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കാതെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഇടുന്നത്. ഇട്ടതിന് ശേഷം തീ ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് കുറച്ച് വെച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കുക. കടകളിൽ ട്രിവാൻഡ്രത്ത് സാധാരണ ഒരു ചെറിയ ഓറഞ്ച് വലിപ്പത്തിലുള്ള കാരാവടയാണ് കിട്ടുന്നത്. അങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ വലുതാക്കി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് ഏകദേശം ഒച്ചയടങ്ങുന്ന രീതിയിലാവുമ്പം വറുത്ത് കോരി മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കി എടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അകത്ത് വളരെ സോഫ്റ്റുമാണ്. തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ സ്വാദുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.